ഒരുപാട് നാളത്തെ ശേഷം ചിലർക്കൊക്കെ അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പറഞ്ഞു പരിചയപ്പെടുത്തണം. അപ്പൊ സന്തോഷ് വർഗിക്ക് റീച്ച് പോയിട്ടൊന്നുമില്ല. കാരണം പുള്ളി രംഗണ്ണന്റെ വീഡിയോ ഇടേണ്ട ആവശ്യം ഉണ്ടായില്ല. കാരണം പുള്ളിക്ക് ഫെയിം ഉണ്ട്. വെറുതെ ഫീൽഡിലോട്ടെന്ന് പറഞ്ഞ് ചില ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അത് മനസ്സിലാക്കുക. ഈ പഴയ കാലം കൊണ്ടുവരുന്ന ഞാൻ രംഗാണിനോട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ അത് നമ്മൾ അംഗീകരിക്കുന്നു. ലാലേട്ടൻ പറഞ്ഞ പോലെ വലിയ വലിയ കളികൾ കളിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കുറച്ച് പ്രൊഫഷണൽമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇനി ചെയ്യാൻ പോകുന്നത് മോഡലിംഗ് രംഗത്തേക്ക് നമ്മൾ ചുവടുവെക്കുന്നുണ്ട്. AJP ഫാഷൻ ഷോ, ആറാട്ട് ഫാഷൻ ഷോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഡിസംബർ ജനുവരിയിലായിരിക്കും അതിന്റെ ഷൂട്ട് കാണാനൊക്കെ വരുന്നത്. കാരണം പുറത്തുനിന്ന് കുറച്ച് പൈസ വരാനുണ്ട്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുക്കറി ഷോ ചെയ്യുന്നുണ്ട്. AJP VS ആറാട്ട് കുക്കറി ഷോ. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും 4 മണിക്ക് എന്ന രീതിയിലായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. അത് ഏത് മാസം വരുമെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. എന്തായാലും പ്ലാനിങ് നടന്നിരിക്കുന്നു അല്ലേ? എനിക്ക് കുഴപ്പമില്ലെന്നാ ഞാൻ തന്നെ പോലെ അല്ല. ആറാട്ടോടെ എങ്ങനെയിരിക്കും? ആറാട്ടോടെ തിരിച്ചിട്ട് അങ്ങനെ എന്നാലും മറുപടി പറയാൻ പറ്റുള്ളൂ. ഇത് മതി ഇത് മതി ഇത് മതി. ഞാൻ തന്നെ പോലെ നാട്ടുകാരെ അടിക്കട്ടില്ലാണെന്നല്ല. അല്ലല്ല ഗൈസ്, കല്യാണത്തെ പറ്റി ഞാൻ പറയാം. ഇപ്പൊ എനിക്ക് പുള്ളി പറഞ്ഞ പോലെ സ്വത്ത് പോകുന്ന പറഞ്ഞ് പേടിച്ചിട്ടില്ല നമ്മൾ കെട്ടാത്തത്. നമ്മൾ കൂടുതലും ഇറങ്ങി ചിന്തിച്ചിട്ടില്ല. കാരണം ഞാൻ ഞാൻ ബ്രോക്കർമാരെ കണ്ട് പുറകെ നടന്ന് വീട്ടിൽ പോയിട്ട് സംസാരിച്ചിട്ടില്ല പെണ്ണുങ്ങളെ. പിന്നെ ഓൺലൈനിൽ ലൈവ് ഇട്ട് കഴിഞ്ഞാൽ ഓടി വരുന്നതല്ല. പിന്നെ നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കാത്തതെന്ന് പറഞ്ഞാൽ ഇപ്പൊ അതിന്റെ ആവശ്യമില്ലാതെ തൽക്കാലത്തേക്കാണ്. ഇപ്പൊ ഒരു 6 മാസം കഴിഞ്ഞാൽ എന്റെ അമ്മയുടെ 6-ാം മാസം കഴിഞ്ഞപ്പോ ഇറങ്ങി ഞാൻ എന്റെ രീതിയിൽ ഞാൻ എന്റെ കാര്യങ്ങൾ നീക്കും, സെറ്റ് ചെയ്യും, നല്ല പെൺകുട്ടി കിടക്കും. കാരണം ബിനീസ് പാഷനൊക്കെ കെട്ടിയെങ്കിൽ നമുക്കും ഇവിടെ തന്നെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അദ്ദേഹം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളും സ്ട്രഗിൾ ചെയ്യുന്നു. അപ്പൊ അദ്ദേഹം ഒരുപാട് പേര് നമ്മളെ പുച്ഛിക്കുന്നു. ചില ആൾക്കാര് എന്നെ അപ്പൊ എനിക്ക് LKG മുതൽ നല്ല നല്ല സൗഹൃദങ്ങളുണ്ട്. അതിനെ ആൾക്കാർ തെറ്റിദ്ധരിക്കരുത്. പക്ഷെ എന്നിട്ട് 15-ാമത്തെ വയസ്സ് വരെ എനിക്ക് ഒരുപാട് പെൺകുട്ടികളുമായിട്ട് മാന്യമായിട്ടുള്ള സൗഹൃദം ഉണ്ടായിരുന്നു. ഫെയിം വന്നേ പിന്നെ ഒരുപാട് പെൺകുട്ടികൾ എന്റെ കയ്യിൽ നിന്ന് പോയി. കാരണം അല്ല, ആർക്കനായിട്ട് സൗഹൃദം കാരണം ഒരുപാട് പേര് അങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ അല്ല കാരണമല്ല, കുറച്ചുപേര് പോയിട്ടുള്ളൂ, കുറച്ചുപേര് ഇപ്പോഴും ഉണ്ട്. ആർക്കനുണ്ടെങ്കിൽ ഇപ്പൊ ചില ആൾക്കാർ മനസ്സിലാവും. ആർക്കന്റെ ഫാൻസ് ആയിട്ടുള്ള ഗേൾസ് ഉണ്ട് എന്നെ വിളിക്കുന്ന ആൾക്കാർ. പക്ഷെ നമ്മളെ രണ്ടുപേരും ഇഷ്ടമില്ലാത്ത ആൾക്കാരും എന്നെ കൂടുതൽ മനസ്സിലാക്കാത്ത ആൾക്കാരുമാണ്. കേരളത്തിൽ തന്നെ കുറെ പേരുണ്ട്. പിന്നെ ആ സ്ഥലത്ത് കാര്യം ഞാൻ പറയണില്ല. അപ്പൊ ഇനി പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം എന്തായാലും കുറച്ചുകൂടിയൊക്കെ സെറ്റിലായിട്ട് കുറച്ചുകൂടിയൊക്കെ പ്രായോഗികമായിട്ട് ചിന്തിച്ചിട്ട് തമിഴ്നാട്ടിൽ നിന്ന് കെട്ടാനാണ് പ്ലാനിങ് ഉള്ളത്. കാരണം മലയാളീസ് എന്നെ മനസ്സിലാക്കില്ല. മലയാളീസെ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ ഉടൻ തന്നെ എനിക്ക് പറ്റില്ല കേട്ടോ. അല്ല, കാരണം എന്റെ അമ്മൂമ്മ മരിച്ചു പോയത് കാരണം എനിക്ക് പറയാമല്ലോ. കാരണം എനിക്ക് അമ്മ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ഒറ്റപ്പെടലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കൊരു കൂട്ട് വേണം. എനിക്ക് ഒരിക്കലും ഇപ്പോ ഒരുപാട് ആൺ സൗഹൃദങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് മൊത്തം കോമഡി ആയിപ്പോയി. കാരണം പല ആൾക്കാരും എന്നെ ചതിച്ചു, പല ആൾക്കാരും പൈസ മേടിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആണുങ്ങളായിട്ടുള്ള കൂട്ടിനി ഒരു 6 മാസം കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ പണി. കേസ് നടക്കില്ല കേട്ടാ. കല്യാണം കഴിച്ച് കൂടെ ജീവിച്ചു കഴിഞ്ഞാല് അത് നമ്മൾ ഒരിക്കലും വേറെ കേസിലേക്ക് പോകില്ല. കാരണം റിലേഷൻ ആയി കഴിഞ്ഞാൽ കേസ് വരണമെങ്കിൽ വരട്ടെ, വരടുത്ത് വെച്ച് കാണാൻ മാത്രമേ ഉള്ളൂ. എന്തായാലും നമ്മൾ മുന്നോട്ട് തന്നെ പോവുകയാണ്. പക്ഷെ ഇനിയിപ്പോ മാന്യമായിട്ട് ഇപ്പൊ ഒരുപാട് പ്രോഗ്രാംസ് പഠിക്കുന്നുണ്ട്. അപ്പോ എന്താ ചെയ്യാൻ പോണത്, ക്രിക്കറ്റ് എന്ന് പറഞ്ഞ സംഭവം ചെയ്യുന്നുണ്ട്. AJP VS ആറാട്ട് ക്രിക്കറ്റ് മാച്ച്. സച്ചിൻ ടെണ്ടുൽക്കർ ആണ് ക്രിക്കറ്റിന്റെ മെയിൻ കളിക്കാരൻ. ഓക്കെ, അപ്പോ ഇപ്പൊ ക്രിക്കറ്റ് കാണാറുണ്ട്. നമ്മൾ ചെറുതായിട്ട് നോക്കുന്നത്. എന്തായാലും CCL ഒരു വെല്ലുവിളി ആയിരിക്കും.
സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിന് ഒരു വെല്ലുവിളി ആയിരിക്കും നമ്മുടെ ആറാട്ട് VS പെരേര ക്രിക്കറ്റ് മാച്ച്. അത് ഉടൻ തന്നെ ടെലികാസ്റ്റ് ഉണ്ടാവും. മീഡിയയുടെ പേര് ഞാൻ പറയുന്നത് ഓൺലൈൻ മീഡിയ വഴി എന്തായാലും അപ്ലോഡിങ് ഉണ്ടാവും എല്ലാ ചാനൽ വഴി. എന്തായാലും അണ്ണൻ ജോയിൻ ചെയ്യില്ലേ? അപ്പൊ അണ്ണന് ഇത് പുതിയ പുതിയ മാറ്റങ്ങൾ എന്താ പറയാനുള്ളത്? നമ്മൾ എന്താണ് ഈ ആഴ്ച 2 ഇന്റർവ്യൂ ഉണ്ട്. 5,000 രൂപ ചെയ്ത റിലീസ് ചെയ്യാനല്ല ഇത് മറ്റേ പറയാൻ ചാൻസ് നീ ഒരു മിണ്ടായി കുറച്ച് സ്വസ്ഥതയോടെ ഇരിക്കുക. പിന്നെ എന്താണ് സാറ്റർഡേ ഒരു സൂം മീറ്റിംഗ് ഉണ്ട് ഒരു അമേരിക്കൻ കമ്പനിയായിട്ടാണ്. അല്ല ഇവനെ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഡിജിറ്റൽ വ്യൂസ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എനിക്ക് വേണമാണ്. ഇത് അമേരിക്കൻ കമ്പനിയാണ്. അവർക്ക് ഇന്ത്യയിൽ മാർക്കറ്റ് ഉണ്ടാകാൻ നോക്കുക. പിന്നെ ഡിസംബറിൽ ഒരു മാൾട്ടയിൽ പോകാൻ പ്ലാൻ ഉണ്ട്. അതിന് വേണ്ടി കൊണ്ടുപോകാൻ പ്ലാൻ ഉണ്ട്. മാൾട്ടയില്ല 1 മാസം യൂറോപ്പിലായി. പിന്നെ ഒരു ഡോക്യുമെൻ്ററി വരുന്നുണ്ട് ഇവിടുന്ന് കാസ്റ്റിൽ റിസോർട്ട് ചെയ്യുന്ന റോഡ് മൂവി. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു കോർപ്പറേറ്റ് ടീമാണ്. പിന്നെ ചെയ്താൻ്റെ ഒപ്പം ഞാനും ചെയ്താൻ പെരേരയും ചെയ്യുന്ന സ്ട്രീമിംഗ് നടത്താൻ പോവുകയാണ്. പിന്നെ ഞങ്ങൾ റിവ്യൂ തുടങ്ങാൻ പോവുകയാണ്, പോഡ്കാസ്റ്റ് തുടങ്ങാൻ പോവുകയാണ്. പിന്നെന്താണ് ഇതൊക്കെയാണ് മെയിൻ പരിപാടി. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ വലിയ വലിയ കളികൾ പിടിക്കാം. പിന്നെ ഈ അമേരിക്കൻ കമ്പനി പറഞ്ഞാൽ നമുക്ക് ഒരു നല്ല എമൗണ്ട് കിട്ടും. രാഷ്ട്രീയത്തിന് പരിപാടിയാണ്. അങ്ങനെ ഇനിയിപ്പോൾ വലിയ വലിയ കളികൾ പിടിക്കുകയാണ്. പിന്നെ ഞങ്ങളിനി ഈ കല്യാണം പോകുന്ന മെയിൻലി എറണാകുളം മുതൽ ട്രിവാൻഡ്രം വരെയുള്ള ആൾക്കാരാണ്. പത്തനംതിട്ട അങ്ങനെ കോട്ടയം അവിടുത്തെ ആൾക്കാരാണ്. അങ്ങനെ ഒരു മൂവ് ചെയ്യാം. അങ്ങനെയെല്ലാം പോവുക. ഞാൻ പറയാം പിന്നെ വേറെ കാര്യം ഇനി മുതൽ അഡൽട്ട് വീഡിയോസ് ഇടുന്നില്ല. അങ്ങനത്തെ ഈ പിന്നെ പെരേരെ കുറിച്ചും പറയുന്നില്ല. കാരണം പെരേരെ ബാധിക്കുന്നുണ്ട്. അവനവൻ എന്നെ ക്ഷമിച്ചത്. അങ്ങനത്തെ വീഡിയോസ് ഇടുന്നില്ല. അഡൽട്ട് വീഡിയോസ് ഇടുന്നില്ല. അങ്ങനെ ഇനി വേറെ ഇതിലേക്ക് പോവുക.